ഒരു ബെസ്റ്റ് വിഷസ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയത് സൂപ്പറല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ആയോ. ഇന്നലെ ഈസ്റ്റർ എഗ് ഉണ്ടാക്കിയ ബാക്കി കുറച്ച് പേപ്പർ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിലെല്ലാം ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു, ഒരുപോലെ ഇരിക്കണം. പിന്നെ ഇന്നലെ ചെയ്ത അതേ പ്രൊസീജിയർ പശ തേക്കുന്നു, പേപ്പർ തേക്കുന്നു, ഒട്ടിച്ചെടുക്കുന്നു, ഉണക്കാൻ വയ്ക്കും. ഞാനൊരു പിങ്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ക്ലൗഡ് പോലെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ജൂട്ട് ത്രെഡ് എടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഒരു ബാസ്ക്കറ്റ് പോലെ ആക്കി അതും കൂടെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ചാർട്ട് പേപ്പറിൽ കുറച്ച് ബലൂണും കൂടെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും. ഇനി നമുക്ക് അകത്താണ് അൽക്കുലത്ത് പണികൾ ചെയ്യാനുള്ളത്. ഇത് വൈറ്റ് ചാർട്ട് പേപ്പറിൽ ക്ലൗഡ് പോലെ ഉണ്ടാക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഹാർട്ട് ഒരു ഹോട്ട് എയർ ബലൂൺ പോലെ ആക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇനിയിപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒരു 2 ജൂട്ട് ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബലൂൺ, അതായത് ഹാർട്ട് ഷേപ്പ് ബലൂൺ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഒട്ടിച്ചു വയ്ക്കുക. ഇത് ഉണക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ബാസ്ക്കറ്റ് കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടെ ഞാൻ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അൽക്കുലത്ത് കലാപരിപാടികളാവും. നമുക്കൊരു കോട്ട് എഴുതി കൊടുക്കാം. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കാം. പരമാവധി ഓവറാക്കാതെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആർട്ട് വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നീ.